बन के साइल मदीने नू जावांगी मैं, बन के साइल मदीने नू जावांगी मैं, बन के साइल नी सैया बन के साइल मदीने नू जावांगी मैं, जो बीती नबी नो सुनावांगी मैं, जो बीती नबी नो सुनावांगी मैं, बन के साइल मदीने नू जावांगी मैं, बन के साइल मदीने नू जावांगी मैं। السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين، أما بعد. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، أما بعد. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حاكم الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا، إن أكرمكم عند الله أتقاكم. صدق الله مولانا العليم، صدق وبلغ رسوله النبي الكريم، نحن على ذلك من الشاكرين الشاكرين، والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: كل مولود يولد على فطرة الإسلام، فأبواه يمجسانه أو ينصرانه أو يهودانه. قال رسول الله صلى الله عليه وسلم: يا سيد السادات جئتك قاصدا، أرجو حماك فلا تخيب مقصدي. يا رب بالمصطفى بين مقاصدنا، واغفر لنا ما مضى يا واسع الكرم، يا واسع الكرم. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, സ്നേഹലബ്ധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ മഹത്തായ മതപ്രഭാഷണം, വഅദ്, നസീഹത്ത് പരിപാടി ശ്രവിക്കുന്ന മുഴുവൻ നല്ലവരായ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽഫ് മർറ. എല്ലാ സ്തുതികളും സ്തോത്രങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. ബഹുമാനമുള്ളവരെ, പുതിയങ്ങാടി ചീനാടത്ത് ജുമഅത്ത് പള്ളിയിൽ അംഗവിശ്രമം കൊള്ളുന്ന ഈ
റഹ്മാന്റെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന ഉറൂസ് പരിപാടികളുടെ അതിനോടനുബന്ധിച്ച് നടത്തുന്ന മതപ്രഭാഷണത്തിന്റെ ഒരു വേദിയാണ് ഇന്ന്. കഴിഞ്ഞ രാത്രികളിലൊക്കെ വലിയ പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സുദീർഘങ്ങളായ സവിസ്തരങ്ങളായ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അല്ലാഹുവിന്റെ തീരുമാനം പ്രകാരം ഈ മഹത്തായ വേദിയിൽ വരാൻ എല്ലാവരുമായി ഒരുക്കും. കേൾക്കാൻ ശ്രോതാക്കളായ നിങ്ങൾക്കും അല്ലാഹു അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായി ഒരാമുഖം എന്നുള്ള നിലക്ക് ഒന്ന് രണ്ട് സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നാം ഇവിടെ നടത്തപ്പെടുന്ന ഈ പരിപാടി ഒരു ഉറൂസിന്റെ ഒരു നേർച്ചയുടെ ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുഗത്തിൽ, ഈ കാലഘട്ടത്തിൽ, മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും മുസ്ലിങ്ങളും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും ഇസ്ലാം മതവും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്, ഒരു കാലഘട്ടമാണ്. ഇതിന് യഥാർത്ഥ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കുന്ന ബോധവൽക്കരണം സ്വസമുദായത്തിലും സമൂഹത്തിലും ഇസ്ലാമിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ മുസ്ലിങ്ങളായ നമുക്ക് സാധിച്ചാൽ ഇന്ന് മുസ്ലിങ്ങളുടെ പേരിലും ഇസ്ലാമിന്റെ പേരിലും മറ്റ് വിഭാഗങ്ങളിൽ നിന്ന്, സമൂഹത്തിലെ ചില വിഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭീഷണിയെ, ഈ തെറ്റിദ്ധാരണയെ ഇല്ലായ്മ ചെയ്യാനും വളരെ സമാധാനപരമായിരിക്കുന്ന ഒരു യുഗം, ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് ഉത്തമ കുടുംബം, ഉന്നതമായ സമൂഹം എന്നുള്ള ഒരു വലിയ വിഷയമാണ്. ഉത്തമ കുടുംബം, അതുവഴി ഉന്നതമായിരിക്കുന്ന സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക. കുടുംബം നന്നാവണമെങ്കിൽ, കുടുംബം എന്ന് പറഞ്ഞാൽ മിനിമം 2 പേരെങ്കിലും ഇല്ലാതെ ഒരു ഫാമിലിയാവില്ല, ഒരു കുടുംബമാവില്ല. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 2 അംഗ സമിതിയാകുന്ന കുടുംബം, ആ കുടുംബത്തെ സംസ്കരിച്ചെടുക്കാൻ കുടുംബജീവിതം എങ്ങനെയാകണം എന്നുള്ളതിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ലോകത്ത് സംഭാവന ചെയ്ത മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒരു മനുഷ്യന്റെ ജനനം മുതൽ അല്ല, ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പോകുന്നതിന്റെ ആമുഖം മുതൽ അവന്റെ ഭൂലോകത്തുനിന്ന് വിട ചോദിക്കുന്നത് മുതൽ അനന്തമായി കിടക്കുന്ന അവന്റെ പാരത്രിക ജീവിതം വരെ വളരെ വിശാലമായിരിക്കുന്ന ഒരു ചട്ടക്കൂട്, ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന പദ്ധതി ലോകത്ത് ഇസ്ലാം മതം സമർപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, എപ്പോഴാണൊരു ജനനമുണ്ടാകുന്നത്? 2 ലിംഗങ്ങളിൽപ്പെട്ട, 2 വിഭാഗത്തിൽപ്പെട്ട
പുരുഷലിംഗങ്ങൾ സംഗമിക്കുമ്പോഴാണ് ഒരു ജനനമുണ്ടാകുന്നത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും സംഗമിക്കുന്നിടത്താണ് ഉൽപാദനം ജനനമുണ്ടാകുന്നത്. അവിടെ തന്നെ ഇസ്ലാം മതം കൽപ്പിക്കുകയാണ്, നീ നിന്റെ ഇണയിലേക്ക് നിന്റെ ശാരീരികമായ ആവശ്യത്തിന് വേണ്ടി പ്രാപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നാൽക്കാലി അതിന്റെ ഇണയെ സമീപിക്കുന്നത് പോലെയാവാൻ പാടില്ല. ഒരു നാൽക്കാലി അതിന്റെ ഇണയെ സമീപിക്കുന്നത് പോലെ നീ നിന്റെ ഭാര്യയെ സമീപിക്കാൻ പാടില്ല. നീ നിന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ തികച്ചും സാംസ്കാരികപരമായിട്ടായിരിക്കണം ആ സമീപനമുണ്ടാവേണ്ടത്. ഭാര്യയോട് നല്ല നിലക്ക് സംസാരിക്കണം, സ്നേഹത്തോട് അവളുമായി പെരുമാറണം. അവളുമായി ശാരീരികമായ വീഴ്ച നടത്താൻ ആരംഭിക്കുമ്പോൾ തന്നെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബ്ന ശൈത്താൻ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലണം. നീ നിന്റെ ആവശ്യം നിർവഹിച്ച് ഏകപക്ഷീയമായി ഗോളെടുത്ത് തിരിയാതെ നിന്റെ ഇണയുടെ ശാരീരികമായ വിചാരത്തിന്റെ ആവേശം കത്തിയമരുന്നത് വരെ നീ അവളുമായി ശാരീരികമായ ബന്ധം തുടരണം എന്ന് തുടങ്ങി ഒരു ഉൽപാദനത്തിന്റെ തുടക്കം മുതൽ ആ ഉൽപാദനം ഭൂമിലോകത്തേക്ക് പ്രൊഡക്ഷൻ നിർമ്മിച്ചതിന്റെ ശേഷം അതിന്റെ അന്തം കുറിക്കുന്ന സമയം വരെയും ആ അന്തത്തിന്റെ ശേഷം പിന്നീട് വരുന്ന പുനർജന്മം മുതൽ അന്ത്യമില്ലാത്ത ജന്മം വരെയും വളരെ വിശാലമായി ചർച്ച ചെയ്ത മതമാണല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ചെവിയിൽ ആദ്യമായി കൊണ്ട് കേൾപ്പിക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന വചനമായിരിക്കണം. അറിയാമല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഭാഗായിരിക്കുന്ന കുട്ടിയുടെ ചെവികളിൽ കർമ്മപദങ്ങളിൽ കേൾപ്പിക്കേണ്ടത് ആ കുട്ടിയുടെ നാക്കിൽ മധുരം കൊടുക്കണം. ആരായിരിക്കണം മധുരം കൊടുക്കേണ്ടത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുപടിക്കൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മറ്റ് പ്രമാണയോഗ്യമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാലും കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുപടിക്കൽ കൈക്കുഞ്ഞുങ്ങളുമായി കൊണ്ട് സ്ത്രീകൾ ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ് അവർ ക്യൂ നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിൽ ഒരു കാരക്കയിട്ട് ചതച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്തുള്ള വായിൽ നിന്ന് നിർഗളിക്കുന്ന തൊട്ടുനീര് ആ കാരക്കയിൽ ചതച്ച് പുരട്ടി അത് കൊച്ചു ശിശുക്കളുടെ വായിൽ മധുരം കൊടുക്കുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് മധുരം വാങ്ങാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട തൊട്ടുനീര് പുരട്ടിയ കാരക്ക ചതച്ചത് തങ്ങളുടെ കൊച്ചുമക്കളുടെ വായിൽ പുരട്ടി കൊടുക്കാൻ മദീനയിൽ കൈക്കുഞ്ഞുങ്ങളുമായി പെണ്ണുങ്ങൾ കിടക്കുന്നു. വാത്സാശ്രിത വാത്സല്യമായ കാരുണ്യത്തിന്റെ ഉറവിടമായ മനുഷ്യ സ്നേഹത്തിന്റെ എല്ലാ സ്നേഹത്തിന്റെയും ഉറവിടമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കടന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ കാഴ്ചക്കാറുണ്ട്, മൂത്രമൊഴിക്കാറുണ്ട്. അറുപ്പ് കലരാതെ വെറുപ്പ് കലരാതെ അല്ലാഹുവിന്റെ റസൂൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടികളുടെ വായിൽ മധുരം കൊടുക്കുന്നു. നീനിത്ത നനീത്ത കടിൽ തടകളിൽ അല്ലാഹുവിന്റെ റസൂൽ ചുംബനം വെച്ചു കൊടുക്കുന്നു. ആ കുട്ടികളുടെ തലയിൽ കൈ വെച്ചുകൊണ്ട് റസൂലിന്റെ ദ്വാരന്ന് കൊടുക്കുന്നു, മന്ത്രിക്കുന്നു. ഇതിനുവേണ്ടി റസൂലില്ലാതെ കൈകൊണ്ട് മന്ത്രിക്കാൻ, റസൂലില്ലാതെ കൈകൊണ്ട് മധുരം തേക്കാൻ നേരം വിളിക്കുന്ന സമയത്ത് സ്ത്രീകൾ റസൂലില്ലാതെ വീട്ടുപടിക്കൽ വന്ന് കേൾക്കുന്ന സുഹൃത്തുക്കളെ, അപ്പൊ ഒരു നവജാത ശിശു തുറന്നത് മുതൽ
ആ കുട്ടി ജനിച്ചപ്പോൾ അല്ലാഹു എന്ന വചനം കേൾപ്പിക്കണമെന്നും ആ കുട്ടിയുടെ വായിൽ സ്വാലിഹീങ്ങളെ കൊണ്ട് വചനം കേൾപ്പിക്കണമെന്നും ഇസ്ലാമതം നിഷ്കർഷിക്കുന്നു, കൽപ്പിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. ഇസ്ലാമിന്റെ കൽപ്പനകൾ ഓരോ സെക്കൻഡിലും ഈ കുട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അടക്കവും ഇരുത്തവും അനക്കവും ഉറക്കവും എല്ലാം. നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ഇസ്ലാം എന്ന് പറയുന്ന ഈ ബൃഹത്തായിരിക്കുന്ന ഭരണഘടനയുടെ അകത്തുനിന്ന് ഒരു മുസ്ലിമിന് മാറി നിൽക്കാൻ പറ്റൂല. അതാണ് ഈ സമ്പൂർണ്ണ മതം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സമ്പൂർണ്ണ മതം. ഉറക്കുമനെ ഉറങ്ങണ്ട. നമ്മൾ തുടങ്ങുമ്പോഴേക്ക് അവനെ വിളിച്ച ഉറങ്ങ. നമ്മൾ തുടങ്ങലേ ഉള്ളൂ, അപ്പോഴേക്കും ഉറക്കോളൂ. സമ്പൂർണ്ണ മതം എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാത്തിനും നിയമം. നിങ്ങൾ കുട്ടികളെ എങ്ങനെ താരാട്ട് പാടണം? കണ്ടില്ലേ കാസറ്റുകൾ, താരാട്ടുപാട്ടിന്റെ പേരിൽ കാസറ്റുകൾ. താരാട്ടൊക്കെ മനുഷ്യനെ സ്വാധീനിക്കും. എത്രകാലത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കവുങ്ങിന്റെ കായ് വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന തെങ്ങിന്റെ മുകളിലുള്ള മണ്ടയിലുള്ള തേങ്ങ മച്ചിങ്ങ ധാരാളം പിടിക്കാൻ, മച്ചിങ്ങ തെറിച്ചു പോകാതിരിക്കാൻ ദിവസവും 1 മണിക്കൂർ കവുങ്ങിനും തെങ്ങിനും നിങ്ങൾ സംഗീതം കേൾപ്പിച്ചു കൊടുക്കുക. സംഗീതം ആസ്വദിക്കാനുള്ള മാൻ പവർ കപ്പാസിറ്റി വൃക്ഷങ്ങൾക്കുണ്ട്. ആസ്വദിക്കും. ആസ്വദിച്ചാൽ പരാഗണവും പരപരാഗണവും പഠിച്ച കുട്ടികളാണ് നമ്മള്. സംഗീതം ആസ്വദിച്ചാൽ അതിലുണ്ടാകുന്ന കായ്ക്കനികൾ പുഷ്ടിപ്പെടും. മണ്ടയില്ലാതിരിക്കാൻ കുഞ്ഞുകൾക്ക് സംഗീതം ആസ്വദിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ കണ്ടോ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ താരാട്ട്, പഴയ കാലത്ത് ഉമ്മമാര് നമ്മുടെ കുട്ടികൾക്ക് താരാട്ട് പാട്ടി കൊടുത്തിരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, ഒരു ടാപ്പ് റിക്കാർഡിലല്ല ഹോണാക്കി അങ്ങ് വെച്ചു കൊടുക്കല അല്ലേ. അതെന്ത് പാട്ടാണെന്നുള്ളത് ഞാനിവിടെ അത് പാടുന്നില്ല. ഈ സദസ്സതിന് ഭൂഷണമല്ലാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ടല്ല. പഴയ കാലത്ത് ഉമ്മമാര് പാടിക്കൊടുത്തിരുന്ന പാട്ടുണ്ടായിരുന്നു. ആ കുട്ടികളുടെ തൊട്ടിലിങ്ങനെ പിടിച്ചാട്ടിയിട്ട് മനോഹരമായിരിക്കുന്ന പാട്ട്. ربي جل الله ما في قلبي غير الله نور محمد صلى الله عليه لا إله إلا الله رنيك من رنيك ورنيك كن رنيك ورنيك من رنيك الله لا إله إلا الله. ആ കുട്ടിയിൽ നീച്ചുകൊണ്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. പക്ഷേ അത് ഇവിടെ റെക്കോർഡിങ്ങിനുണ്ട്, അതുകൊണ്ടാണ് ആ വാക്കുകൾ ആവശ്യമില്ലാത്തൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞോട്ടോ മോനെ. അപ്പോ ബാങ്കിൽ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാനും ഒക്കെ കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ കൊടുക്കനുസരിച്ചൊരു വാഴ ഈ പറയുന്നത്. ഇത് കൊണ്ടുപോയിട്ട് അബുദാബിയിൽ കൽപ്പിക്കുന്നു, അയാളെന്താ ഇവിടെ വെക്കാത്ത വാഴ വന്നു. ഇത് കോഴിക്കോട് പുതിയങ്ങാടിയിലെ ചീനാടത്ത് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ മാത്രമുള്ള വാഴ അവിടെ പറയും. അഫ്ഗാനിലെ ഇരുപത്തിനാലിനാ സന്ദർഭത്തിനനുസരിച്ച് വേണ്ട. എല്ലായിടത്തും ഒന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും അവസ്ഥകൾ പറയണം. ഇന്ന് നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടോ കേൾപ്പിക്കുന്നത് പാട്ട് സംഗീതത്തിന്റെ പേരിൽ കൂട്ടാട്ടം നടക്കുക. എന്ത് വൃത്തികേട് എന്നിൽ വെച്ചാൽ അത് സംഗീതമാണ്, അത് കലയാണ്, അതിനാദരിക്കുക. ഇങ്ങനെ കണ്ടില്ലേ, ഇന്നലെ ഒരു വലിയ ബർക്കത്തുള്ള ദിവസമായിരുന്നല്ലോ. അത് ഇന്നത്തെ പത്രം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ വാളണ്ടിയേഴ്സിന്റെ എന്തോ പ്രേമിക്കാൻ വേണ്ടി ഒരു പ്രണയിക്കാൻ ഒരു ദിവസം, കവിതാക്കൾക്ക് പ്രേമിക്കാൻ ഒരു ദിവസം. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അതൊരു വലിയ സംഭവമായി കൊണ്ടിവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. ആരാണ് ഇവിടെ വഴികേട് പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഈ സമൂഹത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇവിടെ ബലാത്സംഗങ്ങളുടെ എണ്ണം കൂടുന്നത്? എങ്ങനെയാണ് ഇവിടെ റിപ്പർ സന്തന്മാരുണ്ടാകുന്നത്? തെറ്റായിരിക്കുന്ന അവബോധവും ശരിയായിരിക്കുന്ന കുടുംബ ഭദ്രതയുമില്ലാത്തതിന്റെ പേരിൽ അല്ലേ സഹോദരന്മാരെ? അതെ, നോക്കൂ നിങ്ങൾ,
ഇന്നലെ പ്രേമിക്കാനുള്ള ദിവസമായിരുന്നു. ആർക്കും ഏത് പെണ്ണിനും പോയിട്ട് എന്തും പറയാം, ആരോട് എന്ത് കമന്റും പറയാം. പൂവാലന്മാർക്ക് ബലസാനൊരു ദിവസം. അതൊരു സ്വാതന്ത്ര്യമാണെങ്കിൽ ഇനി എന്തൊക്കെയാണാവോ വരാൻ പോണത്. ഓപ്പൺ മാർക്കറ്റിൽ ഇവിടെ റോഡിൽ കിടന്നുകൊണ്ട് നാൽക്കാലികൾ ബന്ധപ്പെടുന്നത് പോലെ ഇനി മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അകപ്പതിച്ചുകൊണ്ട് സെക്സ് ആസ്വദിക്കുന്ന കാലം വരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഒരായത്ത്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ, കണ്ണുണ്ടായിട്ട് അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ കാണാത്തവര്, മുട്ടുകൊടുത്തിട്ട് അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കാത്തവര്, ചെവികൊടുത്തിട്ട് അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ കേട്ട് മനസ്സിലാക്കാത്തവർ, നബിയിൽ ഉലൈകൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ആയത്ത് അല്ലാഹു ഡിസ്ക്ലോസ് ചെയ്യില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സംഗതി ഗുരുമാലാവുമായിരുന്നു. ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹു അല്ലേ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഉലൈകൽ അൻആം, നബിയെ അവർ മൃഗങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞ ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചില്ല. ഉടനെ അല്ലാഹു പറഞ്ഞു ബൽഹും അളൽ, മൃഗങ്ങളെക്കാൾ താഴ്ന്നുപോയി. മൃഗങ്ങളുടെ നിലവാരത്തിലേക്കാൾ മനുഷ്യൻ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. ഇന്ന് മൃഗത്തിന്റെ വില മനുഷ്യനുണ്ടോ? ഇല്ല. ഇന്ന് മൃഗത്തിന്റെ വില മനുഷ്യനില്ല. ഒരാനക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലൊന്ന് ആന, അതിന് വെള്ളം കൊടുത്തോ കൊടുത്തില്ലേ നോക്കാം. അവിടെ ആനപ്രേമി സംഘടന ഉണ്ട്. നമ്മുടെ നാട്ടിലൂടെ അലവലാതിയായി നടക്കുന്ന ഒരു പട്ടി ഉണ്ടല്ലോ മോനെ, പട്ടി. അതിനൊന്ന് തല്ലിക്കൊന്നോക്ക്. സെക്ഷൻ 327 പ്രകാരം ജാമ്യം കിട്ടാത്ത വകുപ്പിൽ അകത്തങ്ങ് പോകൂ. ചാവാലിപ്പെട്ടിനെ തല്ലിക്കൊല്ലാൻ പാടില്ല. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പെർമിഷൻ വേണം. പഞ്ചായത്തിന്റെ ഓർഗനൈസേഷൻ ഇല്ലാതെ നായയെ കൊല്ലാൻ പാടില്ല. നിങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന പാമ്പിനെ കൊല്ലാൻ പാടില്ല. നിങ്ങളെ കടിക്കാൻ വേണ്ടി വരുന്ന മാരകമായിരിക്കുന്ന ഇഴജന്തുവിനെ കൊല്ലാൻ പാടില്ല. ഒക്കെ മൃഗങ്ങൾക്ക് ഇവിടെ സ്നേഹിക്കാൻ അന്താരാഷ്ട്രപരമായിട്ടുള്ള സംഘടന ഉണ്ട്. പക്ഷേ പാവപ്പെട്ട മനുഷ്യനെ തള്ളിക്കൊന്നാൽ അതിനെ ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നുപോയി. നമ്മുടെ നാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണല്ലോ. ഒരു ദിവസത്തെ പത്രം എടുത്തു നോക്കുമ്പോൾ കാണുന്നത് ഇറാഖിൽ 600 ആൾ മരിച്ചുപോയി. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? അഫ്ഗാനിസ്ഥാനിൽ സ്ഫോടനം 20 ആൾ മരിച്ചുപോയി. പൂനെയിൽ സ്ഫോടനം 6 ആൾ മരണപ്പെട്ടുപോയി. ആരെങ്കിലും ചോദിക്കാറുണ്ട് ഇവിടെ? ഒരു നായയെ കൊന്നാൽ, ഒരു പട്ടിയെ കൊന്നാൽ. 2 ദിവസം മുമ്പ് ഒരു പുലിനെ കൊന്നു നാട്ടിലെ ചെറുപ്പക്കാര്. പുലി കടിക്കാൻ വന്നപ്പോ അടിച്ചതാ. പുലി ഒരുത്തനെ കടിച്ചു മാന്തി അവന്റെ കയ്യിൽ പൊടിച്ചു. അതിനെപ്പറ്റി പുലിയോട് ചോദിക്കുന്നില്ല. പുലിയെ അങ്ങോട്ടടിച്ചതിന് വനം വകുപ്പ് എക്സ്പ്ലാമിനേഷൻ ചോദിച്ചിരിക്കുകയാണ്. പുലി കടിച്ചിട്ട് ഒരുത്തം മരിക്കാൻ കിടക്കുക, അതിന് പുലിയോട് ചോദ്യമില്ല. പുലി കടിക്കാൻ വരുമ്പോ അങ്ങോട്ടടിച്ചതിന് എന്തുകൊണ്ട് പുലിയെ അടിച്ചു എന്നതിന് ഇവിടുത്തെ വനം വകുപ്പിനോട് ഉത്തരം പറയേണ്ടി വരുന്നു. ഞാനൊരു വകുപ്പിനെ വിമർശിക്കുകയില്ല. നമ്മളുണ്ടാക്കി വെച്ച നിയമങ്ങളാണത്, മനുഷ്യനുണ്ടാക്കി വെച്ച നിയമങ്ങളാണത്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അകപ്പതിച്ചു പോകുന്ന, മനുഷ്യൻ മൃഗത്തിന്റെ നിലവാരം പോലുമില്ലാത്ത ഒരവസ്ഥ ലോകത്ത് വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അത് ലോകത്ത് സംഘാതമായി കൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞത് താരാട്ട് പോലും ഇന്ന് അതിന് പോലും വിഷം കലർത്തിപ്പോയി. നമ്മുടെ കുട്ടികൾ എങ്ങനെ താരാട്ട് കേട്ടിട്ടുള്ള പോലെ ഇല്ല. പല കാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ പാട്ട് പാടി കുട്ടികളെ ഉറക്കിയിരുന്നു. എന്തൊരു ആനന്ദപരമായ പാട്ടായിരുന്നു അത്. ഇന്ന് കലയുടെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ, വൃത്തികേടുകൾ സംഗീതത്തിന്റെ പേരിൽ ആസ്വദിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുപോയി. എന്നിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മകൻ കല്ലൂർ ചേർക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മകൻ വ്യഭിചാരിയായതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കൊണ്ട് കൊല്ലു മൗലൂദിൻ യൗലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഈ ലോകത്തെ എല്ലാ ഉമ്മമാരും പ്രസവിക്കപ്പെടുമ്പോൾ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളും ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള പക്വതയായിട്ടാണ് ജനനമുണ്ടാകുന്നത്. പക്ഷേ സ്വാഭാവിക കുട്ടിയുടെ മാതാപിതാക്കൾ യുനജ്ജുസാനിഹിയ കുട്ടിയെ അഗ്നിയാരാധകനാക്കുന്നു. ഔ യുനസ്സുറാനിഹി, അല്ലെങ്കിൽ ആ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കുന്നു.
അല്ലെങ്കിൽ ആ കുട്ടിയെ യഹൂദിയാക്കുന്നു. അപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടിയെ ഓരോരോ സിറ്റുവേഷനിലേക്ക് എത്തിപ്പിക്കുന്നത് ആ കുട്ടികളുടെ രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന താരാട്ട് പാട്ട് മുതൽ, നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കുന്ന സംഗീതം മുതൽ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളം മുതൽ, നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ അത് തികച്ചും ഹലാലായ നിലക്കുള്ള അല്ലാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് പഠിപ്പിച്ച മതം പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. അങ്ങനെ മാതാവിനോടും ഇസ്ലാം മതം പഠിപ്പിച്ചു. എന്നിട്ടോ ഉമ്മാന്റെ സ്നേഹമുള്ള മക്കളുണ്ടോ? ഇല്ല എന്നുള്ളതാ സത്യം. ബാപ്പാന്റെ സ്നേഹമുള്ള മക്കളുണ്ടോ? സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ വർഷത്തെ 2008-2009 ബജറ്റില് കേരളത്തിലെ ധനകാര്യമന്ത്രി പണം നീക്കിവെച്ച കൂട്ടത്തില് കേരളത്തിലെ 14 ജില്ലകളിലും ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും വൃദ്ധസദനങ്ങൾ തുടങ്ങാൻ കോടിക്കണക്കായ രൂപ മാറ്റിവെച്ചു. വൃദ്ധന്മാരെ പരിചരിക്കാൻ വൃദ്ധസദനം. ഈ വൃദ്ധന്മാരെങ്ങനെ ഉണ്ടായത്? പാറട മുകളിൽ ഇങ്ങനെ പൊട്ടിണ്ടായതാ. ഞാനും നീയും വൃദ്ധനായി പോകുന്ന ഒരു ദിവസം താടി നരച്ചു പോകുന്നു, തലമുടി നരച്ചു പോകുന്നു, ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു. നാളത്തെ വൃദ്ധനാണ് ഇന്നിരിക്കുന്ന യുവാക്കൾ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളൊക്കെ വൃദ്ധന്മാരായാൽ, വൃദ്ധകളായാൽ അവരെ കുടുംബത്തിൽ നിന്ന് ഇറക്കിവിടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. കേരളം സാംസ്കാരിക കേരളമാണ്, 100% സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. പക്ഷേ വൃദ്ധന്മാര് കൂടിയ നാടാണ് നമ്മുടെ നാട്, ആയുസ് കൂടിയ നാടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റെടുക്കാനില്ലാത്ത വൃദ്ധന്മാരെയും വൃദ്ധകളെയും സംരക്ഷിക്കാൻ വൃദ്ധസദനം തുടങ്ങാൻ ഗവൺമെന്റ് തീരുമാനമെടുത്ത് ബജറ്റിൽ പണം മാറ്റിവെക്കുന്നു. അയ്യാളത്തിന്റെ 15 അടയാളം എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാൾ അടുത്തു പോയാൽ 15 അടയാളം നിങ്ങളുടെ കണ്ണിൽ കാണും. അതിൽ ഒരടയാളം വാർത്താന മക്കളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കലാണ്. ചങ്ങാതിമാർക്ക് വലിയ സാധനമാണെന്ന് എഴുതപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നാണ് തരംതാപ്പിക്കളയും. വാപ്പാന വീട്ടിൽ നിന്ന് മക്കള് പുറന്തള്ളി, ബാപ്പയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി ഉമ്മാക്ക് സ്ഥാനങ്ങൾ ഇല്ലാതെയാക്കും. ചങ്ങാതിമാർക്ക് വീടുകളിൽ വലിയ റെസ്പെക്ട് നൽകപ്പെടണം. കണ്ടില്ലേ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ബിഗും ലാർജും സ്മോളും അടിക്കാൻ വേണ്ടി ചെറുപ്പക്കാരെ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഏർപ്പാട് വർദ്ധിച്ചു പോകുന്നു. ചോദ്യം ചെയ്യുന്ന ഉമ്മാനെ സഹായിക്കുന്നു, ആക്ഷേപിക്കുന്ന വാപ്പാനെ വീടുന്നിടത്ത് കറിവേപ്പില പോലെ പുറത്തേക്കിടുന്നു. ഇത് അമേരിക്കയിലെയോ വാഷിംഗ്ടണിലെയോ കഥ പറയുകയില്ല. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഈ കാസർഗോഡ് ജില്ലക്കടുത്ത് കാസർഗോഡിന്റെ എൻട്രി പോയിന്റായ നീലേശ്വരത്ത് നടന്ന സംഭവം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിന്റെ ഒരു രാത്രി മംഗലാപുരത്തുനിന്ന് മൂവിക്കത്തി കൊണ്ടുവന്ന ഒരു വാൻ നീലേശ്വരം ടൗണിന്റെ ഒരു ഭാഗത്ത് നിർത്തി അതിന്റെ ബാക്ക് ഡോറങ്ങ് തുറന്നു വേസ്റ്റ് തള്ളുന്നതുപോലെ കുറെ വയസ്സന്മാരെയും വയസ്സത്തുകളെയും റോഡിന്റെ നടുകിലങ്ങ് ഉപേക്ഷിച്ചു. നേരങ്ങളെടുത്ത് നോക്കുമ്പോ കാസർഗോഡ് ജില്ലയിലേക്ക് നീലേശ്വരത്ത് കണ്ടുപോയത് അവശിഷ്ടങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധകളെയും വൃദ്ധന്മാരെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതിനൊക്കെ വയസ്സായ തണ്ടമാര് റോട്ടിലിറക്കി വിടുന്ന കാണാൻ ലോകാവസാനത്തിന്റെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ കണ്ണിലെത്തുന്നു, വൃദ്ധന്മാർക്ക് സീറ്റില്ലാതെ പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനൊരു സൈക്കോളജിക്കൽ വശമുണ്ട്. സൈക്കോളജിക്കൽ വശം, മാനസികമായ ഒരു വശമുണ്ട്. അതെന്താ? ഈ അടുത്ത കാലത്ത് വായിച്ചു,
കുട്ടികൾക്ക് മാതാവിനോട് സ്നേഹം കുറഞ്ഞു പോകാനുള്ള പ്രധാന കാരണം ശരിയായ നിലയ്ക്ക് മുലയൂട്ടൽ നടത്താത്തതാണ്. ശരിയായ നിലയ്ക്ക് മുലയൂട്ടിയ മുലപ്പാല് നൽകുന്ന മാതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടോ, കൂട്ടത്തിലുണ്ടോ, കുടുംബത്തിലുണ്ടോ? ഒക്കെ ഇപ്പോഴത്തെ പുതിയ ലേഡി സംസ്കാരം എന്താ? 2 വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് മുല കൊടുത്താലേ പറഞ്ഞു പഠിപ്പിക്കുക. ചില ഫെമിനിസ്റ്റുകള് 2 വയസ്സ് വരെയൊന്നും മുല കൊടുക്കരുത് മോളെ. അങ്ങനെ കുടിച്ച് വിറ്റാമിൻ എയും ബിയും സിയും ഒക്കെ പോയാൽ പിന്നെ നീ ഉണങ്ങി ചുങ്ങി ഇങ്ങനെ ശുഷ്കിച്ച് ഇങ്ങനെ ആയിത്തീരും. അതുകൊണ്ട് ആഴ്ചയിൽ 2 വട്ടമൊക്കെ കൊടുക്കുക, ബാക്കിയുള്ള ദിവസം കുട്ടിച്ചാന്ന് കലക്കി കൊടുക്കോ. എന്നിട്ടോ നിന്റെ സ്ഥലത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടേണ്ട ഈ വസ്തു അവിടെ തടഞ്ഞു നിർത്തപ്പെട്ടതിന്റെ പേരില് കേരളത്തിലെ സ്ത്രീകളില് 20% വരുന്ന സ്ത്രീകളിൽ സ്തനാർബുദം എന്ന് പറയുന്ന ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നു. മുലക്യാൻസർ എന്ന് പറയുന്ന സ്തനാർബുദം, അതിന്റെ കാരണം എന്തോ? മുലപ്പാൽ കട്ടിയായി നിർത്തിയതിന്റെ പേരില്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, പരിപൂർണമായ 2 വയസ്സ് വരെ സ്ത്രീകൾ അവരുടെ മക്കൾക്ക് മുല കൊടുത്തുകൊള്ളട്ടെ. ഇന്നലെ വാളണ്ടിയേഴ്സ് ദിനായതുപോലെ ഇപ്പൊ ദിവസം ഓരോ ദിന, അതൊന്നും ഓർക്കാൻ സമയമല്ല. മുലയൂട്ടൽ വാരാചരണ ദിനം, അതിലൊരു ദിനമുണ്ട്. കൊല്ലത്തിലൊരു തവണ മുലയൂട്ടലിനൊന്ന് ഓർക്കാൻ പെണ്ണുങ്ങൾക്ക്. കാരണം ഇതൊക്കെ ഇപ്പൊ മ്യൂസിയത്തിലേ കാണാറുള്ളൂ. മുല കൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് അറിയാത്ത കാലമായി. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഉപയോഗം അറിയാത്തൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പഴയ കാലത്ത് എന്തിനാന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ വേണ്ടി അമ്മ വെച്ച് തന്ന ഒരു യന്ത്രാന്ന് പറയായിരുന്നു. ഇപ്പോ അതിന്റെ ഉപയോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയി. ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുലക്കൊടിയുടെ പ്രായം 2 വയസ്സാ. പരിപൂർണമായ 2 വയസ്സ് വരെ മുല കൊടുക്കട്ടെ. അത് തടയപ്പെടാൻ പാടില്ല. അത് മുല കൊടുക്കുന്ന സ്ത്രീക്കാണ് സൗന്ദര്യം കൂടുക, കൊടുക്കാത്തവർക്കല്ല കേട്ടോ. ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അതുപോലെ മെൻസസ് സ്ത്രീകൾക്കുള്ള ചില സ്ത്രീകളെ തെറ്റായി ധരിപ്പിച്ചു കൊടുക്കുക. മെൻസസ് ഉണ്ടായിട്ട് ശരീരത്തിലെ ബ്ലഡൊക്കെയാണ് വല്ലാതെ പോയാലേ പിന്നെ ചേർക്കാൻ പറ്റില്ലെന്നോ. അതുകൊണ്ട് ഇടക്കിടക്ക് ഓരോ ഗുളിക കഴിച്ചിട്ട് ഇത് തടഞ്ഞു നിർത്തിക്കോറെ. ഞാനിത് പറയുന്ന കാരണം, ഞാനൊരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിയാരി കൂടിയ 12-13 കൊല്ലമായി ഒരു ആശുപത്രി നടത്തുന്ന ഒരു മുസ്ലിയാരാണ്. ദിവസം നേരം വിളിച്ചാൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരുന്ന കാടിയും താത്തയും വന്ന് പറയും, ഉസ്താദേ അവിടെ ഭയങ്കര തിരക്കാം, ഒന്ന് ഡോക്ടർക്ക് വിളിച്ചു പറയണം, ഭയങ്കര നിൽക്കാൻ വയ്യ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് പെട്ടെന്ന് ഒന്ന് എടുത്തു. അതേ കോളിൽ സ്ക്രീനിൽ ഇങ്ങോട്ട് വരുന്നതാണ്. എന്താ ഡോക്ടർ പറഞ്ഞ്? ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്താണ്? വയറിന്റെ അകത്ത് കിടക്കുന്ന ഗർഭപാത്രത്തിൽ മുഴ കൊണ്ടുപോയി കീറി എറിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ്? ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ ഉണ്ടാകാൻ കാരണമെന്ത്? സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകപ്പെടേണ്ട അശുദ്ധമായിരിക്കുന്ന ബ്ലീഡിങ്, മെൻസസ്, ടാബ്ലറ്റ് കഴിച്ച് ക്യാപ്സ്യൂൾ കഴിച്ച് തടഞ്ഞു നിർത്തപ്പെട്ടതിന്റെ പേരില് അവരുടെ ഗർഭപാത്രത്തിന് ക്യാൻസർ ഉണ്ടാകുന്നു. സുബ്ഹാനഹു. കണ്ടോ നിങ്ങള്? പ്രയോജനം എവിടെ പോകുന്നു? ഇസ്ലാമികമായിരിക്കുന്ന കുടുംബം, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ കുടുംബ ജീവിതം, അതാണ് വളരെ കറക്റ്റ് മോനെ. എന്റെ ഉമ്മമാര് മനസ്സിലാക്കുക. അപ്പൊ കുട്ടികൾക്ക് 2 വയസ്സ് വരെ മുല കൊടുക്കണം. മാതാക്കൾ 2 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണം. 2 വയസ്സ് വരെ ഉമ്മാടെ മുലപ്പാല് കുടിച്ചു വളരാൻ സാധ്യതയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മാതാവിനോട് സ്നേഹം കുറഞ്ഞു പോകുമെന്ന് കാല റസൂലുള്ളാഹി. അതുകൊണ്ട് കുഞ്ഞിന് നിങ്ങളോട് സ്നേഹം വേണോ? 2 വയസ്സ് വരെ മുലപ്പാല് കൊടുത്തേ. പരിപൂർണമായ 2 വയസ്സ് വരെ മുലകെടുക്കട്ടെ മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്കെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല വാണിഞ്ഞു തരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വാങ്ങി പോവുകയാണ്. എങ്ങനെ സമുദായം നന്നാവുക? എങ്ങനെ സമൂഹം നന്നാവുക? കുടുംബം നന്നായാലല്ലേ എല്ലാം നന്നാകുള്ളൂ. കുടുംബ ഭദ്രത തകർന്നു പോയി. ഇസ്ലാമിക സംസ്കാരം നമ്മുടെ വീട്ടിലില്ല.
പഴയ കാലത്ത് നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പൊ ഈ ഒരുമിച്ച് കൂടിയ ആൾക്കാരുണ്ടല്ലോ, എത്ര ആൾക്കാർ. ഇതിപ്പോ ഒരു 50 വയസ്സിന്റെ മീതുള്ള ആൾക്കാരോട് ചോദിച്ചോക്കുക, ഒരു 50 വയസ്സിന്റെ മീതുള്ള ഒരാളൊരു ആചാര്യ വിളിച്ചു വെച്ചേക്ക, ആചാര്യ നിങ്ങളുടെ ഉമ്മ എവിടെ പ്രസവിച്ചത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണോ, ബേബി മെമ്മോറിയലിലാണോ, മിംസിലാണോ, എലിയസിലാണോ, അതോ കിംസിലാണോ, അതോ മറ്റേ ആസ്പത്രികൾ അവിടെയാണോ? വെടിയല്ല. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാം. പ്രസവം എന്ന് പറഞ്ഞത് അത് രോഗമല്ല, അതിന് ചികിത്സയാണ്. ഒട്ടുമിക്ക സ്ത്രീകളും ധരിച്ചു വെച്ചിരിക്കുക, പഠിച്ചോളൂ ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഒഴിവാവില്ല. 9 മാസം 10 ദിവസം കഴിഞ്ഞാൽ 99.9 സ്ത്രീകളും ഓട്ടോമാറ്റിക്കായി ഈ സാധനം പുറത്തേക്ക് പ്രഷർ കൊണ്ട് തള്ളി പ്രസവിച്ചു പോകും. പക്ഷെ പല പെണ്ണുങ്ങളുടെ കയ്യിലുള്ള കണക്കും ശരിയല്ല. എന്നാ ഇപ്പൊ കുളി തെറ്റിയത് എന്ന് ചോദിച്ചാൽ പറയും അതിപ്പോ വടക്കേലെ മൂസാടെ കല്യാണത്തിന്റെ തലേ ദിവസമാവുക കണക്ക. ആശുപത്രി വന്നിട്ട് പറയും ടൈം കഴിഞ്ഞു പോയി ഇവർക്ക് ബേജാറടിക്കാം. എന്ത് ടൈം കഴിഞ്ഞത്? ടൈം കഴിഞ്ഞാൽ ഇത് റിസൾട്ട് പോകും. 99.9 സ്ത്രീകളും നോർമലായി പ്രസവിക്കും. പക്ഷേ ഇവരുടെ ബേജാറും വസ്ത്രങ്ങളൊക്കെ കാണുമ്പോൾ ഡോക്ടർ പറയും ഇനിയിപ്പോ അധികം റിസ്ക് ഒന്നും എടുക്കണ്ട. നമ്മളിന്നാ കേട്ടല്ലേ, സിസേറിയൻ കഴിഞ്ഞാൽ ₹12,000, നോർമൽ പ്രസവിച്ചാൽ ₹30,000. ഡോക്ടർക്ക് ഒറ്റ സിസേറിയൻ കൊണ്ട് കിട്ടുന്നത് 6,000-7,000 രൂപ, ആശുപത്രിക്ക് കിട്ടുന്നത് വലിയ ലാഭമാണ്. അതുകൊണ്ട് ആശുപത്രി സിസേറിയനെ പറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെയൊക്കെ ഉമ്മമാര് പ്രസവിച്ചു പോയ സമയത്ത് എന്തുകൊണ്ടാ ഓപ്പറേഷനും സിസേറിയനും ഇല്ലാതെ കത്തിവെക്കലും സ്റ്റിച്ചിങ്ങും അനസ്തേഷ്യയൊന്നും ഇല്ലാതെ സുഖമായി പ്രസവിച്ചല്ലോ? ഇങ്ങനെയായിരുന്നു അത്. അന്ന് ഈ പ്രസവിച്ചത് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടാണ്. അവിടെയാണ് മക്കുബറയുടെ പ്രത്യേകത അറിയേണ്ടത്, അവിടെയാണ് ഔലിയാഇന്റെ പവിത്രത അറിയേണ്ടത്. മക്കുബറകളിൽ കിടക്കുന്ന ആളുകളുടെ പ്രത്യേകത കൊണ്ട് പ്രസവിച്ചിരുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ വാലുവയ്ക്കാൻ വേണ്ടി വന്ന 50 വയസ്സിന്റെ മുകളിലുള്ള ആണുങ്ങളോടും 50 വയസ്സിന്റെ മുകളിലുള്ള സ്ത്രീകളോടും ചോദിക്കൂ, നീ എവിടെയാണ് പ്രസവിച്ചത്? നിങ്ങൾ എവിടെയാണ് പ്രസവിക്കപ്പെട്ടത്? ആശുപത്രികളിലെ വീടിന്റെ അകത്തുള്ള ചെറിയ ഇരുളുമുറ്റെടുക്കുന്ന ചെമ്മിനി വിളക്കിന്റെ അരണ്ട നിലാ വെളിച്ചത്തിൽ ഒരു മിഡ്വൈഫിന്റെ സപ്പോർട്ടില്ലാതെ, ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിന്റെ സപ്പോർട്ടില്ലാതെ, ഒരു ടാബ്ലറ്റ് ഇല്ലാതെ, ഒരു ട്രിപ്പില്ലാതെ, ഒരു ഗുളികയില്ലാതെ നമ്മുടെ സ്ത്രീകൾക്ക് പ്രസവിച്ചത് എങ്ങനെയാണ്? പ്രസവവേദന കൊണ്ട് വിഷമം അനുഭവിക്കുന്ന പെണ്ണിന് വിവരം കേട്ടാൽ അടുത്ത വീട്ടിലെ സ്ത്രീ വരുന്നു, ഒരു മൗലിദിന്റെ കിതാബ് എടുക്കുന്നു. പ്രസവി വേദന കൊണ്ട് നമ്പരം മുട്ടുന്ന പെണ്ണിന്റെ അടുത്തിരുന്ന് ചൊല്ലുന്നത് ഞാൻ നഫീസത്തുമാല ചൊല്ലുന്ന പെണ്ണിനെ പ്രസവിപ്പിക്കാൻ നഫീസത്തുമാല ചൊല്ലുന്ന സമയം കഴിഞ്ഞിട്ടും പെണ്ണിന്റെ പ്രസവം നോർമലായി നടന്നില്ലെങ്കിലോ ഡോക്ടർക്ക് ഫോൺ ചെയ്യുന്നില്ല, ഇൻഫോം ചെയ്യുന്നില്ല, മെഡിക്കൽ കോളേജിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നില്ല, അടുത്ത മാല മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൗസല്യാദം ഷേഖ് മഹിബുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മാല മരിക്കുകയാണ്. ആ മാലയിൽ വിളിച്ചു പറയുന്നത് എന്താണ്? അല്ലാഹുവേ നിക്കാഹൻ താൻ ചെയ്ത പോരീഷ ആർക്കും ഖിയാമത്തളം ചെയ്തെന്നവർ ആരുള്ളതെങ്കിൽ മക്കാനീനെ പറ്റിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലീനതെന്നവർ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറയുന്ന മാല ചെല്ലുന്നു. അകത്തുനിന്ന് അതാ കുഞ്ഞിന്റെ നിലവിളി കേൾക്കുന്നു. നമ്മുടെ ഉമ്മമാര് സുഗമമായി സുഖപ്രസവം നടത്തിയിരുന്ന കാലം പോയി ഇത് കേൾക്കുന്ന യുവാക്കൾക്കൊരു സംശയം ഉണ്ടാകും, ഉസ്താദേ മാല ചെല്ലിയാരെ പെണ്ണ് പ്രസവിക്കുമോ?
മൗലിദോദിയാൽ പെണ്ണ് പ്രസവിക്കുമോ, നഫീസത്ത് മാനദണ്ഡിയ പെണ്ണ് പ്രസവിക്കുമോ, റിഫായി മാനദണ്ഡിയ പെണ്ണ് പ്രസവിക്കുമോ, മഞ്ഞക്കുളം മാനദണ്ഡിയ പെണ്ണ് പ്രസവിക്കുമോ? പ്രസവിക്കും. ഒരു സംശയവും വേണ്ട. അതാണ് ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, പ്രസവം രോഗമല്ല. ഉദാഹരണം, ഒരു പെണ്ണിനെ ആശുപത്രി കൊണ്ടുപോയി ലേബർ റൂമിലേക്ക് തന്നെ കൊണ്ടുപോവുക. വേദന ഇങ്ങനെ കുറച്ച് വരുന്നു പോണു അങ്ങനെ ലേബർ റൂമിലേക്ക് തന്നെ കൊണ്ടുപോവുക. അപ്പൊ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഭർത്താവ് കൂടെ ഉണ്ടാവുമല്ലോ. ഭർത്താവ് പോയി പറയാം, ഭാര്യ എന്റെ ആഗ്രഹം നിനക്കറിയില്ലേ, ഒരാൺകുട്ടി വേണമെന്നാണ്. ഒരാൺകുട്ടി അയച്ചാൽ ഇങ്ങനെ വരാവുണ്ടോ? എന്നാ 10 പവൻ ഒരു മരുതി കാറും പ്രസവിച്ചത് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി എങ്ങാനും ആവാ, നമ്മുടെ ജീവിതം കട്ട പകയാവും. ഇപ്പൊ തന്നെ 150 പവന് ഒരു കാറ് ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ ആൺകുട്ടിയെ പ്രസവിച്ചാൽ 10 പവൻ തരാം എന്നൊരു ഹൈ ഓഫർ ആ പെണ്ണിന് കൊടുത്താൽ പെണ്ണ് പ്രസവിക്കോ? ഉള്ള പ്രസവം കൂടി ഇല്ലാതെയാവും. കാരണം ഇവളുടെ മനസ്സിലാകെ ഉള്ളിലായി പഠിച്ചോലെ പെണ്ണായ എന്താ. അതുകൊണ്ടാണ് ഒരു ഇന്നലെയായിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പറയുന്നത്, പ്രസവിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടത് മനസമാധാനമാണ്. മരുന്നല്ല, ഗുളികയല്ല, ഇഞ്ചക്ഷനല്ല, ട്രീറ്റ്മെന്റ് അല്ല, മനസമാധാനം. മനസമാധാനത്തിന് കൊടുക്കാൻ വല്ല മരുന്നുണ്ടോ? ഇല്ല. മനസമാധാനത്തിന് എന്ത് മരുന്നാണ് വേണ്ടത്? അതാ ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലഭിക്കാൻ, ഹൃദയത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവാൻ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ ചൊല്ലുക, മഹത് വചനങ്ങൾ പറയുക, അല്ലാഹു ബഹുമാനിച്ചവരെ അവരെടുത്ത് വെച്ച് പറയുക. അപ്പൊ നബീസത്ത് മാല ചെല്ലുമ്പോഴോ കുഞ്ഞിന് സമാധാനം കിട്ടും. എന്താ കാരണം? വണ്ടിയെ കണക്ക് മരണപ്പെടുന്നതിന്റെ മുമ്പ് ജീവിതകാലത്ത് വലിയൊരു ഖബറെന്ന് കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് കടന്നിരുന്ന 10,000 ഖതമുൽ ഖുർആൻ. ആ ഖബറിന്റെ അകത്തിരുന്ന് 10,000-ത്തിലധികം വരുന്ന ഖതമുൽ ഖുർആൻ ഖത്തം തീർത്ത ലോകചരിത്രത്തിൽ അനുശോഭയായിരിക്കുന്ന വനിതയാണ് ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ്യ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മരണം സമാഗതമായ സമയത്ത് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യിപ്പിച്ച വനിത ബീവി നഫീസത്തുൽ മിസ്രിയ്യ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിവരത്തിന്റെ 7 അയലത്തെത്താനുള്ള വിവരം നഫീസത്തുൽ മിസ്രിയ്യക്കില്ല. 10 ലക്ഷം ഹദീസ് അതിന്റെ സനദടക്കമോ കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ തങ്ങള്. ഏഴാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആനും അതിന്റെ മസനകളും കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 13-ാമത്തെ വയസ്സിൽ മാലിക് ഇമാമായ തന്റെ ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് മുഅത്ത എന്ന് പറയുന്ന കിതാബ് മുഴുവൻ ഹിഫ്ളാക്കി ഉസ്താദായ മാലിക് ഇമാമിന് മസല അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഷാഫിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഷാഫി, ഞാൻ ഇരിക്കുന്ന ഇവിടെ ഇരിക്കേണ്ടതെന്നാണ്. ഇനി മുതൽ ഈ പള്ളിയിലെ മുതൽ ശരിയാകുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് ഇമാം ഷാഫി സ്വർഗത്തിലാണെന്ന് അറിയിച്ചപ്പോ ഇമാം ഷാഫിയുടെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉറക്കെ പ്രഖ്യാപിച്ച കാരണത്തിന് വേണ്ടി ജയിലിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്ന മാലിക് അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണെന്ന് പറയാൻ ഷാഫി ഇമാമിനെ അധികാരപ്പെടുത്തി. അപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരിക്കാൻ പോണ സമയം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തത് നഫീസത്തുൽ മിസ്രിയ്യയോടാണ്. ചില്ലറക്കാരത്തിലല്ല, വലിയ കറാമത്തിന്റെ ഉടമസ്ഥയാ. അതുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ്യയുടെ മാല പാടിയാൽ നഫീസത്തുൽ മിസ്രിയ്യയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ പ്രസവം സുഗമമാക്കുമെന്ന് ഓരോ സ്ത്രീയുടെ മനസ്സിനും കോൺസെൻട്രേഷൻ കിട്ടി സുഖമായി പെണ്ണ് പ്രസവിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ അതെന്താ? മാലി മോതിരൊക്കെ ചുരുക്കാന് കീർക്കാന് വർക്കാന്ന് പറഞ്ഞ് തള്ളി.
എന്തായി? ഞാൻ ആരെയും ആക്ഷേപിക്കല്ല. എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് എനിക്കൊരാൾ ആക്ഷേപിക്കാൻ പാടില്ലതായി. കാരണം എല്ലാവരുടെയും ആളാണല്ലോ. പിന്നാക്ക വിഭാഗം എന്ന് പറഞ്ഞ OBCയിലെ 73 ജാതിയുടെ ആളായിപ്പോ. അപ്പോ എങ്കിലും പറയാതിരിക്കണ്ടല്ല, ധാരാളം ചെറുപ്പക്കാരവരെ കൂടിയിരിക്കുന്നു. രാജ്യത്തിന്റെ സമാധാനവും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെയും പിറകില് സകല വിവിധ കക്ഷികളുമാണ് അതിന്റെ ഉത്തരവാദിത്വം. മുസ്ലിം സമുദായത്തെ ഇന്നതാണെന്ന ഒരു പ്രത്യേക ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് ഈ സമുദായത്തെ എത്തിപ്പിച്ചതിന്റെ പിറകിൽ വിവിധ കക്ഷികൾക്കാണ് പങ്കുള്ളത്, സുന്നത്ത് ജമാഅത്തിനല്ല. ഉദാഹരണം, ഈ മക്കാമിലേക്ക് സിയാറത്തിന് വേണ്ടി വരുന്ന ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇവിടെ കാണിക്കുന്നതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു നബീൽ വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാരിൽ ആമീൻ. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു മഖബറയിൽ ചെന്ന് നോക്കി. നേരം വെക്കുമ്പോൾ പൂക്കൊട്ടേറ്റിക്കൊണ്ട് കാണിക്കർപ്പിക്കാൻ വരുന്ന ലഫ്റ്റനന്റ് കേണല, മിലിറ്ററിയിലെ ഉന്നത ഉദ്യോഗസ്ഥനാ. ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണ്. ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ പ്രസിഡന്റുമാരും ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2 വട്ടം സിയാറത്ത് ചെയ്തു. ഇന്ത്യയുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി വാജ്പേയി സിയാറത്ത് ചെയ്തു. ലാൽകൃഷ്ണ അഡ്വാണി സിയാറത്ത് ചെയ്തു. അതേ ഇന്ത്യ ഭരിച്ച എല്ലാവരും ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു മഖബറയിൽ സിയാറത്ത് ചെയ്തു. ഏർവാടിയിലും ഉള്ളാളത്തും നാഗൂരിലും മുത്തുപേട്ടയിലും പുത്തമ്പള്ളിയിലും മണവൂരിലും അങ്ങനെ ഏത് മക്കുപറണ്ടോ അവിടെ നോക്കിയാൽ അവിടൊക്കെ ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വന്ന് സംഭാവന കൊടുത്ത് കാണിക്കർപ്പിച്ച് ഭക്തിപരമായി പ്രാർത്ഥിച്ചു പോകുന്നു. അവരിലൊക്കെ എന്താ ചെയ്തത്? ഇസ്ലാമിനെ വളർത്തലല്ലേ ചെയ്തത്. അവർ വോട്ടിംഗ് ബാങ്ക് സ്ഥാപിച്ചവരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചന്തകളല്ലാതെ അവർ ചെയ്തത് അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചുപോയി, അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചുപോയി. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ കറാമത്തിന്റെ ഫലമായി രജപുത്ര രാജാക്കന്മാരുടെ കുടുംബത്തിൽ നിന്ന് 10,000 ചില്ലാനം ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നു. മുസ്ലിങ്ങളെ അജ്മീർ മഖാമിന്റെ തൊട്ടടുത്ത് കാണുന്ന അനാസാഗർ എന്ന് പറയുന്ന തടാകത്തിന് വെള്ളം തന്റെ വലം കയ്യിലുള്ള പൂജയിൽ ഒതുക്കി വെച്ച് കറാമത്ത് കാണിച്ചപ്പോൾ ആ കറാമത്തിന് മുമ്പിൽ രജപുത്ര രാജാവ് തോറ്റുന്നുണ്ടാടി. അവസാനം രാജസ്ഥാനിലെ മുസ്ലിം ഹിന്ദുക്കൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ഷാജഹാനുണ്ടാകുന്നു വർഗീയവാദിയാണെന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നില്ല, ക്രിസ്ത്യാനി പറയുന്നില്ല, ആരും പറയുന്നില്ല. ഉള്ളാളത്ത് മറവട്ട് കിടക്കുന്ന മുഹമ്മദ് ഷരീഫ് മദനി റളിയല്ലാഹു തആല അൻഹു അതേ വിശുദ്ധ ഹറമിൽ ഒരു തീപിടുത്തമുണ്ടായ സമയത്ത് ഉള്ളാളത്തെ മഖ്ബറയുടെ മുമ്പിൽ കാണുന്ന കുളത്തിൽ നിന്ന് വെള്ളമെടുത്തിട്ട് മക്കായിലേക്ക് വെള്ളം കൊണ്ടുപോയ വലിയ കറാമത്ത് കാണിച്ച മുഹമ്മദ് ഷരീഫ് മദനി തങ്ങളുടെ പ്രവർത്തനപരമായി കർണാടകയുടെ ഭാഗത്തിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നു. അവിടെയുള്ള ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ട് ഒന്നാമത്തെ ഖബറിന്റെ അടുത്ത് കിടക്കുന്ന മുഹമ്മദ് ഷരീഫുൽ മദനി ടെററിസ്റ്റാണ്, ഫണ്ടമെന്റലിസ്റ്റാണ്, ഭീകരവാദിയാണെന്ന് എല്ലാവരും പറയുന്നു. മഹാന എല്ലാവരും പറയുന്നു മഹാന. എല്ലാ ഔലിയാക്കളും ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തിയവരാ. ഇസ്ലാമിന്റെ പ്രബോധന ഔലിയാക്കളുടെ ലക്ഷ്യം, അല്ലാതെ കച്ചവടം ബിസിനസ് ഒന്നുമല്ല. യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനം നടത്തിയ ഔലിയാക്കൾ ഒന്നും എല്ലാവരാലും ആസ്വദിക്കപ്പെടുന്നു. അതേസമയത്ത് എന്തുണ്ടായി? ഇസ്ലാമിനെ പുരോഗമിപ്പിക്കാനെന്ന് പറഞ്ഞ് രൂപം കൊടുത്ത ബിദഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് വർഗീയത വളർത്തുകയും മുസ്ലിംകളെ മുഴുവൻ ഭീകരവാദികളുമാക്കി തീർക്കുന്നതിൽ അസഹ്യമായിരിക്കുന്ന പങ്ക് വഹിക്കുകയും ചെയ്തു. അതാണ് ഈ അടുത്ത ദിവസം ഡൽഹിയിൽ നടന്ന ഒരു ഓൾ ഇന്ത്യ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസില് ഇന്ത്യയുടെ മുൻ നിയമകാര്യമന്ത്രിയായിരുന്ന രാം ജഠ്മലാനി വളരെ വ്യക്തമായി പറഞ്ഞു, മുസ്ലിം സമുദായത്തിന്റെ അകത്ത് തീവ്രവാദമുണ്ടാക്കിയത് വിദഗ്ധക്കാരാ. കേട്ടോ പോലെ യഥാർത്ഥ മുസ്ലിങ്ങളുടെ വിശ്വാസം സുന്നത്ത് ജമാഅത്തായിരുന്നു.
ആ വിശ്വാസം കുടുംബങ്ങളിലുണ്ടായിരുന്നു. സുന്നി വിശ്വാസമുള്ള കുടുംബങ്ങളിൽ ഭദ്രതയുണ്ടായിരുന്നു. നേരം വൈകുന്നേരമായാൽ ഇപ്പൊ മുസ്ലിം വീടുകളുടെ അവസ്ഥ എന്താ? ഞാൻ വലിയ വലിയ അന്താരാഷ്ട്ര വാർത്തകളൊന്നും പറയില്ല, കുറച്ചു തെറ്റിയ കാര്യം പറയുന്നത്. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് ഇശ ബാങ്ക് കൊടുക്കണതിന്റെ ഇടയിൽ എത്ര വീട്ടിൽ ഖുർആൻ ഓതുന്നുണ്ട്? യൂറോപ്പ് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് ഇശ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഗ്‌രിബ് ബാങ്ക് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിയാൽ കാണാം. മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടാൽ ഉമ്മമാരെ വിളിച്ച റസൂൽ എന്ന് പറഞ്ഞു, ബാപ്പമാരെ വിളിച്ച റസൂൽ എന്ന് പറഞ്ഞു, മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഉടനെ തന്നെ വീടുകളിലെ കതകുകളൊക്കെ കൊട്ടിയടക്കണം, ജനവാതിലുകളൊക്കെ അടച്ചിടണം. കൊതുക് കടക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല റസൂലുള്ള പറഞ്ഞത്, സൂര്യനസ്തമിച്ച് ഇരുനായിക്കൊണ്ട് മഗ്‌രിബിയോടടുത്താൽ നിങ്ങളുടെ വാതിലുകളൊക്കെ നിങ്ങൾ ബന്ദ് ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ കൊച്ചുകുട്ടികളെ പിന്നെ വീടിന്റെ വെളിയിൽ ഇറക്കാൻ പാടില്ല. റസൂലുള്ള പറയുന്നു, ആ സമയത്ത് ഭൂമിയുടെ അടിഭാഗത്തുനിന്ന് പൊട്ടിമുളച്ചു വരുന്ന ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താൻ നിങ്ങളുടെ കുട്ടികളെ തൊട്ടാൽ ആ കുട്ടികൾ മന്ദബുദ്ധിയായിത്തീരും, ഭ്രാന്തനായിത്തീരും, വിശ്വാസമുള്ളവരായിത്തീരും. അതുകൊണ്ട് കൊച്ചുകുട്ടികളെ വൈകുന്നേരമായ മഗ്‌രിബിനോടടുത്ത സമയമായാൽ നിങ്ങൾ വീട് വിട്ട് പുറത്തിറക്കി കളയരുതെന്ന് ഖാല റസൂലുള്ളാഹി. എത്ര മുസ്ലിം വീടുകളിൽ ഇത് പാലിക്കുന്നുണ്ട്? പിന്നെ റസൂലുള്ള പറഞ്ഞു, മഗ്‌രിബ് കഴിഞ്ഞാൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മുടങ്ങാതെ പരിശുദ്ധ ഖുർആനിലെ പ്രത്യേകമായ സൂറത്തുകൾ ഓതണം. ഒന്ന് ഇദാ വഖഅത്തിൽ വാഖിയ എന്ന സൂറത്ത് സ്ഥിരമായി ഓതണം വീടുകളിൽ. ഇദാ വഖഅത്തിൽ വാഖിയ എന്ന സൂറത്ത് നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യമുണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി. ഒരേ ഒരാളെ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ പറഞ്ഞപ്പോഴേ ഇതാ വഖഅത്തിൽ വാഖിയ ഓതിയാ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല ഉസ്താദേ? ഉണ്ടാവില്ല. പിന്നെ ആൾക്കാരിപ്പോ 10-700 കോടിയായി ഉസ്താദേ, ഇവിടെ ഭക്ഷണം കിട്ടാതെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇതാ വഖഅത്തിൽ വാഖിയ ഓതിയാ പിന്നെ ഇവിടുന്ന് ഈ ഫുഡ് വരെ കേന്ദ്ര ഗവൺമെന്റ് അവിടെ കുറക്കണം, കേരള ഗവൺമെന്റ് ഇവിടെ കുറക്കണം. ഇതാ വഖഅത്തിൽ വാഖിയ അതാണ്ട ഭക്ഷ്യക്ഷാമം അടുത്ത നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്ത് ഭക്ഷണം കിട്ടാത്തതാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റേറ്റ്മെന്റെങ്കിൽ ചലഞ്ച് ബൈ ചലഞ്ച്. അടിക്കണതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ സംവിധാനം ഒരുക്കി ഏറ്റവും വലിയ ആസൂത്രണ വിദഗ്ധനാണ് റബ്ബ്, ഏറ്റവും വലിയ പ്ലാനിംഗ് വിദഗ്ധനാണ് റബ്ബ്. ഭൂമിയിൽ ഒരു ജീവിയെ കിടക്കുമ്പോഴേക്ക് അതിന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെ സൃഷ്ടിച്ചിട്ടല്ലാതെ അല്ലാഹു കിടക്കുന്നില്ല. വളരെ കറകറപ്പാണ്, വളരെ കൃത്യമാണ് പരിശുദ്ധ ഖുർആനിന്റെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെയെന്നറിയോ? അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, ഉസ്താദേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ എത്ര കോടി ജനമുണ്ട്? പോലെ 110 സംതിങ്, 110 കോടി സംതിങ് ജനമുണ്ട് ഇവിടെ. ചൈന കഴിഞ്ഞാൽ ലോകത്ത് 2ാം സ്ഥാനം നമുക്കാ ഉത്പാദനത്തിന്. ഇപ്പൊ കുടുംബാസൂത്രണക്കാർ വന്നിങ്ങനെ പെണ്ണുങ്ങളോടൊക്കെ വേണ്ട പറഞ്ഞു കൊടുക്കണം. എന്താ അതേ പുതിയൊരു തീരുമാനം വരുന്നുണ്ട്. എലക്ഷന് നിൽക്കണമെങ്കിൽ കുട്ടികളുണ്ടാവാൻ പാടില്ല. അവന് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഭാര്യയും ഭർത്താവ് ഒരു സത്യപ്രതിജ്ഞ. ഭാര്യ ചോദിക്കും ഭർത്താവിനോട്, നിങ്ങളെ എലക്ഷനേക്കാളുള്ള ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഇടപാട് വേണ്ട. അല്ലേ? ഇത് മനുഷ്യന്റെ മൗലിക സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. എന്നാൽ നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ, ആളുകൾ അധികരിച്ചു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഭക്ഷ്യക്ഷാമം വരാൻ പോണില്ല. മോണ പറയാതെ യോജിക്കാൻ മുസ്ലിങ്ങൾക്ക് പറ്റില്ല. ജനറേഷൻ കൂടിയാൽ, പോപ്പുലേഷൻ കൂടിയാൽ ഇവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്നുള്ളത് അമേരിക്കയുടെ കരിഞ്ഞുപോയ നെറികെട്ട പ്രസിഡന്റ് ഡബ്ല്യു ബുഷിന്റെ ചരമം കുറിച്ച ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വിവരക്കടാണ് കേട്ടോ. ആളുകൾ കൂടിയ ഭക്ഷ്യക്ഷാമൊന്നും ഉണ്ടാവില്ല. അത് വെറുതെ പറയാം. ആഫ്രിക്കയുടെ കാടിൽ പോയി പഠനം നടത്തിയ സയന്റിസ്റ്റുമാർ പറഞ്ഞത്, ആഫ്രിക്കയിൽ ഇനിയും 500 കോടി ജനം ആഫ്രിക്കയിലുണ്ടായാൽ അവർക്ക് താമസിക്കാനുള്ള ഭൂമിയും അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവർക്ക് വേണ്ട എല്ലാ സ്രോതസ്സും ആഫ്രിക്കയിലുണ്ടെന്നാണ് തെളിവ്. ഇന്ത്യയിലുണ്ട്.